നിങ്ങൾ PSC പഠിച്ചിട്ട് നിങ്ങൾക്കിത് മടുത്തു തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഫുള്ളായിട്ട് അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളത് നിർബന്ധമാണ്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സ്പോർട്സ് അക്കാഡമിയിലെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ PSC പഠിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി, 3 വർഷമായി, ഇല്ലെങ്കിൽ 1 വർഷമൊക്കെ ആയി. അപ്പോൾ ഇത്രയും നാൾ പഠിച്ചിട്ടും നിങ്ങൾക്കൊരു ഫലവും കിട്ടുന്നില്ല അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു 10,000 പേരെങ്കിലും കുറഞ്ഞത് ഇങ്ങനെ തോന്നിയിട്ടുള്ളവർ ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച്, അതിൻ്റെ ഓരോന്നും നമ്മളെങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഓരോന്നിനെക്കുറിച്ചുമാണ് നമുക്ക് അതിൻ്റെ ഓരോ കാരണങ്ങൾ, സയൻറ്റിഫിക് കാരണങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഈ പറയാനായിട്ട് പല കാരണങ്ങളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. നിങ്ങളുടെ മടുപ്പിൻ്റെ പല കാരണങ്ങളിലോട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ആദ്യം നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് മടുപ്പിനെ കുറിച്ച് തന്നെയാണ്. മടുപ്പിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണമെന്നുള്ളൊരു ഡയറക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പല ഡയറക്ഷനിലോട്ട് ഞാൻ വിടുന്നു. അതിൽ ഓരോ ഡയറക്ഷൻ്റെയും ഇല്ലെങ്കിൽ ഓരോ ദിശയുടെയും ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ പറയാം. ഒന്നാമത്തത്, നിങ്ങൾ LGSും കഴിഞ്ഞ് LDയും കഴിഞ്ഞ് എല്ലാത്തിനും മാർക്ക് കുറവാണ്, ഇല്ലെങ്കിൽ കിട്ടുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നാമതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിർത്തുക എന്നുള്ളൊരു ഓപ്ഷനാണ്. പഠനം നിർത്തുക എന്നുള്ള ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം തുടരുക. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ എഴുതാൻ മാത്രം ഇനി എക്സാമിന് പോവുക, പഠനം തുടരാതെ. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠനം തുടരാം, ഒരു 30 മിനിറ്റ്സ് ഡെയിലി പഠിക്കാം, അല്ലെങ്കിൽ 1 അവർ ഡെയിലി പഠിക്കാം. ഒരു പൈസ ഒന്നും സ്പെൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഡെയിലി 1 അവർ അല്ലെങ്കിൽ 30 മിനിറ്റ്സ് പഠിച്ചിട്ട് ബാക്കി ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാം. അത് എന്ത് വർക്ക് വേണമെങ്കിൽ ആകാം. ഹൈലി ഏണിംഗ് ആകാം, അല്ലെങ്കിൽ മോഡറേറ്റ്ലി ഏണിംഗ് ആകാം. എന്ത് വർക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഇത്രയും ഓപ്ഷൻസ് ആണല്ലോ. ഇതിൽ ഓരോ ഓപ്ഷൻസിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, നിർത്തുക എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്കത് ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് ചൂസ് ചെയ്ത് പോകാം, നോ പ്രോബ്ലം, നിങ്ങളുടെ പേഴ്സണലാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തുടരുക. തുടരുക എന്നുള്ള ഓപ്ഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. തുടരുക എന്ന് പറയുമ്പോൾ 100% തുടരുക എന്നുള്ള ഓപ്ഷനാണ് കേട്ടോ. അതായത് നിങ്ങൾ ചെയ്യേണ്ട എല്ലാ വർക്കും ചെയ്തുകൊണ്ട് തുടരുക, അല്ലാതെ വെറുതെ തുടരുക എന്നുള്ളതല്ല. നിങ്ങൾ LGSന് എങ്ങനെ പഠിച്ചു അതുപോലെ തന്നെ തുടരുക. മൂന്നാമത്തെ ഓപ്ഷൻ വരുന്നത്, നമുക്ക് ഡെയിലി ഒരു 1 അവർ അല്ലെങ്കിൽ 30 മിനിറ്റ്സ് പഠിച്ചുകൊണ്ട് ഒരു മെയിൻ്റനൻസ് ഇട്ട് പോകുക. അതായത് LGSനൊക്കെ പഠിച്ചത് തന്നെ ഒന്ന് പൊടി തട്ടിയെടുത്ത് പോകുക, 1 മണിക്കൂർ ഡെയിലി പഠിച്ചുകൊണ്ട്. അപ്പോൾ ആ ഓപ്ഷനെ കുറിച്ച് പറയാനാണെങ്കിൽ, ആ ഓപ്ഷന് നിങ്ങൾക്കത് പഠിച്ചുകൊണ്ട് തന്നെ പഠിച്ച ശേഷം നിങ്ങൾക്ക് ജോലിക്ക്, പാർട്ട് ടൈം ജോബ് അല്ലെങ്കിൽ ഫുൾ ടൈം ജോബിനൊക്കെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഈ ഫുൾ ടൈം ജോബ് ഒരിക്കലും നിങ്ങളുടെ പഠനത്തിനെ ബാധിക്കില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ജോബിന് പോകാവുന്നതാണ്. അങ്ങനത്തെ ഫുൾ ടൈം ജോബ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഒന്നുമല്ലാത്ത ഓപ്ഷൻ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാം എഴുതാൻ മാത്രം ഇനി പോവുക. എക്സാം എഴുതാൻ മാത്രം പോയാലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു യൂസും ഇല്ല. നിങ്ങൾക്ക് അറിയില്ല, ഇത്രയും കോമ്പറ്റീഷൻ ഉള്ളതിൽ നിങ്ങൾ ഇത്രയും പഠിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ എക്സാം എഴുതാൻ മാത്രം പോയിട്ട് യാതൊരു യൂസും ഇല്ല. ഇതാണ് ഇത്രയും പോയിന്റുകളുടെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. നിർത്തുക എന്നുള്ളത് നിങ്ങൾക്ക് അത്രയ്ക്ക് ഇതായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിർത്താം, നോ പ്രോബ്ലം. നിർത്തുക എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അല്ലെങ്കിൽ തുടരുക എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. അല്ലെങ്കിൽ ഡെയിലി 1 അവർ പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ അവസാനം പറഞ്ഞ കാര്യവും നിങ്ങളുടെ ചോയ്സ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ചോയ്സസ് ആ കാര്യത്തിലുണ്ട്. നമുക്കിനി അടുത്ത കാര്യത്തിലോട്ട് പോകാം. അടുത്ത പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഒരു എക്സാം കിട്ടിയില്ല, കഴിഞ്ഞൊരു എക്സാം കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ 2 ബ്രേക്ക് ഡൗൺ ആണ്. 2 ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 പോയിൻറ്റ്സ്. അതിൻ്റെ 2 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ അതിന് 2 അർത്ഥമാണ് ഉള്ളത്. ഒന്ന്, നിങ്ങൾ അതിനുവേണ്ടി കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഒന്നാമത്തെ അർത്ഥം. എന്ത് കാര്യമാണെങ്കിലും, ഈ LGSൻ്റെ കാര്യം മാത്രമല്ല. പിന്നെ അതിന് മറ്റൊരു അർത്ഥമുണ്ട്, അതിൻ്റെ ടൈം ആയിട്ടില്ല എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ, ഇല്ലെങ്കിൽ അത് വർക്കൗട്ട് ആയില്ല എങ്കിൽ 2 റീസൺസാണ്. സയൻറ്റിഫിക്കലി, ഇത് ഞാൻ പറഞ്ഞതല്ല, സയൻറ്റിഫിക്കലി 2 റീസൺസാണ്. ഒന്ന്, നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങളത് കറക്റ്റായിട്ടല്ല ചെയ്തത്. രണ്ടാമത്തത്, അതിനുള്ള ടൈം ആയിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് 2ഉം കൂടി വരും. അതിനുള്ള ടൈം ആയിട്ടും ഇല്ല, നിങ്ങൾ വർക്കും ചെയ്തിട്ടില്ല എന്നും കൂടി വരും. അപ്പോൾ നിങ്ങൾ വർക്ക് പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ട്, അത് കിട്ടിയില്ലെങ്കിൽ അതിനുള്ള ടൈം ആയിട്ടില്ല. കുറച്ചുകൂടിയൊക്കെ നിങ്ങൾ എന്തൊക്കെയോ സംഭവിക്കാനുണ്ട് നിങ്ങളുടെ ലൈഫിൽ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടൈം ആവുള്ളൂ എന്നാണ്. പിന്നെ 1 വർഷമായിട്ട് പഠിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. കാര്യം ചിലവരൊക്കെ 4 വർഷം, 5 വർഷം, 12 വർഷമൊക്കെ പഠിച്ചിട്ട് ജോലിക്ക് കയറിയ ആൾക്കാരുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസിൻ്റെ എക്സാം, IASൻ്റെ എക്സാം ലാസ്റ്റ് ചാൻസ്, അതായത് 9ാമത്തെയോ 10ാമത്തെയോ അറ്റംപ്റ്റിൽ എഴുതിയെടുത്തൊരു സാറിൻ്റെ പ്രസംഗം ഒരു വട്ടം ഇങ്ങനെ കേട്ടിട്ടുണ്ട്.
അപ്പോൾ ആദ്യത്തെ തവണ ചിലപ്പോൾ പ്രിലിംസ് പാസ്സായിട്ടുണ്ടാവും, രണ്ടാമത്തെ തവണ മെയിൻസ് ഫെയിലായി, ഇല്ലെങ്കിൽ മെയിൻസ് പാസ്സായിട്ട് ഇൻ്റർവ്യൂ ഫെയിലായി, ഇങ്ങനെയൊക്കെ വന്ന് 2-3 വട്ടം മെയിൻസ് പാസ്സായി ഇൻ്റർവ്യൂ ഫെയിലായ ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും ലാസ്റ്റ് മെയിൻസും ഇൻ്റർവ്യൂവും കൂടി പാസ്സായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക, നിങ്ങളിപ്പോൾ എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾ മാത്രമായിരിക്കില്ല അത് അനുഭവിക്കുന്നത്. നിങ്ങളെക്കാൾ മുമ്പേ ഒരു 10,000 പേര് 1,00,000 പേരെങ്കിലും അത് അനുഭവിച്ചിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നു, നാളെ അത് ഈ 1,00,000 പേരെങ്കിലും ഇനിയും അനുഭവിക്കും. അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ മിക്ക പ്രശ്നങ്ങളും. എന്ത് കാര്യമാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി, കാലിന് അസ്ഥിക്ക് പൊട്ടലുണ്ടായി, അപ്പോൾ അയാൾ നോക്കുമ്പോഴത്തേക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ നിരാശാജനകമായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ അതിനു മുമ്പേ ഒരു 1 കോടി പേർക്കെങ്കിലും, 1 കോടിയല്ല അതിൽ കൂടുതൽ ആൾക്കാർക്കെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ടാവും. നാളെ ഇനി അതിൽ കൂടുതൽ ആൾക്കാർക്ക് ആക്സിഡൻ്റ് ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഒറ്റയ്ക്കല്ല അനുഭവിക്കുന്നത്, ഒരുപാട് പേര് ചുറ്റും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ അടുത്തത്, നിങ്ങൾക്ക് പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുകയാണെങ്കിൽ, ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു തോന്നലാണ്. പഠിച്ചിട്ട് കാര്യമില്ല, അതായത് നിങ്ങൾ ഇനിയും പഠിച്ച് പോയി കഴിഞ്ഞാലും നിങ്ങൾക്കിത് കിട്ടില്ല, ആ ഒരു മൈൻഡ് സെറ്റ് വരുന്ന അതിൽ കാരണം ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ലായിരിക്കും, അല്ലേ? അപ്പോൾ അത് 2 വഴിയുണ്ട്. ഒന്ന് നിർത്തുക, ഒന്നാമത്തെ മാർഗ്ഗമാണ് നിർത്തുക, നിങ്ങളുടെ ഇഷ്ടത്തിന് പോവാം. ഓക്കെ. പിന്നെ രണ്ടാമത്തെ വേറൊരു വേരിയഡ് മാർഗ്ഗമുണ്ട്, വ്യത്യസ്തമായിട്ടുള്ളൊരു മാർഗ്ഗമുണ്ട്. ആ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് PSCയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. PSC കൂടാതെ SSCയുടെ CGL ഉണ്ട്, CHSL, +2കാർക്ക് CHSL ഉണ്ട്, ഡിഗ്രിക്കാർക്ക് CGL ഉണ്ട്, പിന്നെ 10th ലെവലുകാർക്ക് MTS എക്സാം എഴുതാം. ഇതുപോലെ ഒരുപാട് എക്സാംസ് ഉണ്ട്. പിന്നെ റെയിൽവേ എക്സാം എഴുതാം. പിന്നെ ഡിഗ്രി ഉള്ളവർക്ക് നിങ്ങൾക്ക് ബാങ്ക് എക്സാംസ് എഴുതാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് എക്സാംസ് വേറെ ഉണ്ട്. പിന്നെ ദേവസ്വം ബോർഡിൻ്റെ എക്സാംസ് ഉണ്ട്. ഈ എക്സാംസ് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു PSC മാത്രം ഫോക്കസ് ചെയ്യാന്നുള്ള മറ്റ് എക്സാംസും കൂടി എഴുതാം. PSCയിൽ നിയമനം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിയമനമാണ് കേട്ടോ, അഡ്വൈസ് അല്ല. അഡ്വൈസ് ഒരുപാടുണ്ട്, 35,000 ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണും. നിയമനം കുറവാണ് എങ്കിൽ, നിയമനം കുറവാണ്, ശരിക്കും നിയമനം കുറവ് തന്നെയാണ്. നിയമനം കുറവാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റ് പോസ്റ്റുകളിലോട്ട് നിങ്ങൾക്ക് പോകാം. മറ്റ് എക്സാംസിലോട്ട് നിങ്ങൾക്ക് പോകാം, അതിൽ ഫോക്കസ് ചെയ്യാം. PSC നിർത്തണമെന്നല്ല, കണ്ടിന്യൂ ചെയ്ത് പോകാം. ആസിലായി നിർത്താം, കണ്ടിന്യൂ ചെയ്ത് പോകാം. ഇത് ഈ പറഞ്ഞ കാര്യത്തിൻ്റെ 2 സൊല്യൂഷൻ. രണ്ടിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങൾക്ക് എഴുതി വെച്ചിട്ട് നിങ്ങൾക്കൊരു തീരുമാനത്തിലോട്ട് എത്താം. അപ്പോൾ വീഡിയോ തുടർന്ന് പോവുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നു, കണ്ടൻസ് ഇഷ്ടമാകുന്നെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് പറയാനുള്ള ഒരു കാര്യം കൂടി പറയാം. ലാസ്റ്റ് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലക്ക് എന്ന് പറഞ്ഞ ഫാക്ടറാണ്, ഭാഗ്യം എന്ന് പറയുന്ന സാധനം. ഈ ലക്ക് എന്ന് പറഞ്ഞ ഫാക്ടർ ഒരു വൈഡ്ലി മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഫാക്റ്റാണ്. അതായത് അതിൻ്റെ ശരിക്കും ഫിലോസഫിക്കലാണ്, അല്ലാതെ റിയൽ സാധനമല്ല ലക്ക് എന്ന് പറയുന്നത്. ഫിലോസഫിക്കലായിട്ടുള്ളൊരു സംഭവമാണ് ലക്ക് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ, അതായത് സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യമാണ് ലക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലക്ക് എങ്ങനെയാണ് ഒരു എക്സാമിനെ നമ്മൾ ബാധിക്കുന്നത് നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലക്കിൻ്റെ ഒരു നെഗറ്റീവ് സ്റ്റേജിൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക്, മൈൻഡ് നെഗറ്റീവായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക്, ഒരു സങ്കടത്തിൽപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക്, നമ്മൾ ലക്കിനെ വി അസോസിയേറ്റ് വിത്ത് എ പേഴ്സൺ. നമ്മളെന്ന് പറഞ്ഞ പേഴ്സണുമായിട്ട് നമ്മൾ ലക്ക് അസോസിയേറ്റ് ചെയ്യും. അതായത് ഞാൻ ഭാഗ്യമില്ലാത്തൊരു വ്യക്തിയാണെന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ഭാഗ്യത്തിനെ അസോസിയേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ട സാധനമല്ല. നിങ്ങൾക്ക് തന്നെ ലക്കി ആയിട്ടുള്ള ഇവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും, അൺലക്കി ആയിട്ടുള്ള ഇവൻറ്റ്സ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അതായത് ഒരു ഉദാഹരണം പറയുകയാണ്, നിങ്ങൾ പെട്ടെന്നൊരു ബൈക്ക് നിങ്ങൾ വാങ്ങിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഏതോ ഒരു കള്ളൻ എടുത്തുകൊണ്ട് പോയി, ഒരു മോഷണം പോയി. അപ്പോഴത്തേക്ക് നിങ്ങൾ താടിക്കും കൈ എടുത്തിരിക്കുകയാണ്, ഇങ്ങനെ ഞാൻ ഭാഗ്യം കെട്ടൊരു മനുഷ്യനാണ്, അതുകൊണ്ടാണ് എൻ്റെ വണ്ടി വാങ്ങിച്ചുകൊണ്ട് ഒരാൾ എടുത്തുകൊണ്ട് പോയത്. പെട്ടെന്ന് നിങ്ങളുടെ അച്ഛനോ അമ്മയോ എന്ന് പറയുന്നത് ഇന്നലെ എടുത്ത ലോട്ടറിക്ക് ഒരു 80 ലക്ഷം രൂപ ഒന്നാം സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞ് വന്ന് പറയുവാണ്, പെട്ടെന്ന് ഒന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ മെൻറ്റാലിറ്റി എന്തായിരിക്കും? നിങ്ങൾ ആ ബൈക്ക് പോയി എന്നുള്ള ഭാഗ്യം കെട്ടവൻ എന്നുള്ളതിൽ നിങ്ങൾ മാറി പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഭാഗ്യം കെട്ടവൻ എന്നുള്ള മാറിയിട്ട് നിങ്ങൾ ഭയങ്കര ലക്കി ആയിട്ടുള്ള, ഒരു പഞ്ചായത്തിൽ തന്നെ ഏറ്റവും ലക്കി ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ ചിലപ്പോൾ മാറും, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ തന്നെ, അല്ലേ? അപ്പോൾ എന്താണ് ലക്ക്? ലക്ക് ശരിക്കും നിങ്ങളൊരു വ്യക്തി ഭാഗ്യം കെട്ടവനാണെന്നാണോ, നിങ്ങളുടെ ഒരു സംഭവം ഭാഗ്യം കെട്ടതാണെന്നാണോ? ശരിക്കും പറഞ്ഞാൽ ഒരു സംഭവമാണ് ഭാഗ്യം കെട്ടതായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു സംഭവമാണ് ജീവിതത്തിലൊരു സംഭവമാണ് ഭാഗ്യമായിട്ട് മാറുന്നത്, അല്ലേ? അപ്പോൾ പിന്നീട് ഒരു അവസരത്തിൽ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെയും ഭാഗ്യമുള്ളൊരു സംഭവം വരാം, പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഭാഗ്യം കെട്ടൊരു സംഭവം വരാം. ഇതാണ് ലൈഫ്, അപ്സ് ആൻഡ് ഡൗൺസ്, ഇതാണ് ലൈഫ്. അപ്പോൾ അത് ചിന്തിക്കുക.
അപ്പോൾ ലക്ക് എന്ന് പറഞ്ഞ സാധനം കൂട്ടാനായിട്ട് ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വർക്ക് കൂട്ടുക എന്നുള്ളതാണ്. വർക്ക് കൂട്ടുമ്പോഴത്തേക്ക് ആ വർക്ക് നിങ്ങൾ ചെയ്യേണ്ട ഡയറക്ഷനിലോട്ട് തന്നെ വർക്ക് പോകണം. നിങ്ങളൊരു ഏണി ചാരി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കയറി ചെല്ലേണ്ട സ്ഥലത്തേക്കാണ് ആ ഏണി ചാരി വെച്ചേക്കുന്നതെങ്കിൽ മാത്രമാണ് നിങ്ങൾ എത്തേണ്ട ആ ഒരു സ്ഥലത്തോട്ട് നിങ്ങൾ എത്തുന്നത്. ആ ഏണി ചാരി വെച്ചേക്കുന്ന ഒരു മരത്തിലോട്ടാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നേരത്തെ എത്തേണ്ട ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ എത്തത്തില്ല. അതായത് നിങ്ങൾ പോകുന്ന ഡയറക്ഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാർ ഓടിച്ച് പോകുമ്പോൾ ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് ആ ഡയറക്ഷനിലോട്ട് നിങ്ങൾ പോകണം. അതിന് നിങ്ങൾ ചെയ്യുന്ന വർക്ക് കറക്റ്റ് ഡയറക്ഷനിൽ തന്നെ വർക്ക് ചെയ്യണം. ചുമ്മാ എന്തെങ്കിലും പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പഠിക്കേണ്ട രീതിക്ക് ആ ഒരു റിസൾട്ടിലോട്ട് എത്തുന്ന രീതിയിൽ പഠിക്കണം. പിന്നെ ഒരു എക്സാമിന് ഏറ്റവും ലാസ്റ്റായിട്ട് പറയാനുള്ള കാര്യം, ഒരു എക്സാമിന് ടോപ്പർ ആകുന്നത് ഏറ്റവും കൂടുതൽ പഠിച്ച ആളല്ല ടോപ്പർ ആകുന്ന എക്സാമിന്. അത് മനസ്സിലാക്കുക. ആ എക്സാമിന് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത, എക്സാം ഏറ്റവും നന്നായിട്ട് എഴുതിയ ആളാണ് ആ എക്സാമിന് ടോപ്പർ ആകുന്നത്. അവിടെ ലക്കും കാര്യങ്ങളും ഒന്നും ഒരു ഫാക്ടറും അല്ല. ഓക്കെ, അപ്പോൾ ലക്കുള്ളവരുണ്ട്, ആദ്യത്തെ എക്സാം തന്നെ എഴുതിയവരുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറയുകയാണ് നമുക്ക് ലക്ക് ഇല്ലയെന്ന് തന്നെ വെച്ചോ. ലക്കില്ലെങ്കിലും നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം നിങ്ങൾ എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം. നിങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതിൻ്റെ ബലം അനുഭവിക്കേണ്ടതും അതിൻ്റെ ദോഷഫലം അനുഭവിക്കേണ്ടതും എല്ലാം നിങ്ങൾ തന്നെയാണ്. പറയുക ഇല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു ടീച്ചറുടെ ജോലി എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള സ്ഥലം തന്നെയാണ് നിങ്ങളുടെ ലൈഫ്. മറ്റാരെയും ഹർട്ട് ചെയ്യാത്ത എന്ത് തീരുമാനവും എടുക്കാനുള്ള ഒരു കളിക്കളം തന്നെയാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. ഇത്രയും പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.